ഹലോ എവ്രി വൺ. ഇന്ന് എൻ്റെ തേർഡ് ഡേ ആയിരുന്നു സെക്കൻഡ് സെമ്മിൻ്റെ. സോ എൻ്റെ സെക്കൻഡ് സെം ഫൈനലി സ്റ്റാർട്ടായി. ഫസ്റ്റ് സെം കഴിഞ്ഞു, എക്സാമൊക്കെ കഴിഞ്ഞു, ആൻഡ് സെക്കൻഡ് സെം സ്റ്റാർട്ടായി. സോ ഇന്ന് സെക്കൻഡ് സെം സ്റ്റാർട്ടായപ്പോൾ ഞങ്ങളുടെ ടീച്ചർമാർ ഇങ്ങനെ മാറും. ചില ടീച്ചർമാർ മാറും, ചിലത് സെയിം ടീച്ചേഴ്സ് ആയിരിക്കും. സോ ടുഡേ ഒരു പുതിയ മിസ് വന്നു. ആൻഡ് മിസ് വന്നതും ഫസ്റ്റ് തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സോ ലെറ്റ് us all take a moment to pray to God before we start our class. സോ ഈ ഡയലോഗ് ഞാൻ കേട്ട് മറന്നൊരു ഡയലോഗ്. ഇത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും പറയണതാണ്. ഈ കോളേജിൽ വന്നതിന് ശേഷം ഈ ഡയലോഗ് ഇങ്ങനെ കേൾക്കൽ വളരെ കുറവാണ്. അപ്പോൾ മിസ് എന്ന് പറഞ്ഞു ആ ഡയലോഗ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് സ്കൂളിലോട്ടുള്ള ഓർമ്മയിലേക്ക് പോയി. നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിക്കില്ലേ ഓരോ പ്രാർത്ഥനകൾ, അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. എന്നിട്ട് മിസ് ഇങ്ങനെ പറഞ്ഞു, ബൈ ഗോഡ് ഐ മീൻ ജസ്റ്റ് ദ യൂണിവേഴ്സ്, ഐ മീൻ ദ ഗോഡ് ദാറ്റ് യു ബിലീവ് ഇൻ. ഈ മിസ്സിൻ്റെ നല്ലൊരു പുഞ്ചിരിയുണ്ട്. അപ്പോൾ മിസ് പറയാം, നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ദൈവവും പിന്നെ ഈ യൂണിവേഴ്സും നിങ്ങളുടെയൊക്കെ ഓരോ ബിലീഫാണ് ഞാൻ ദൈവമായിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ വിശ്വാസം എന്താണോ. എന്നിട്ട് ഇതുവരെ ഞാൻ പഠിച്ച കാലത്ത് ഒരു ടീച്ചറും പറയാത്തൊരു ഡയലോഗ് കേട്ടോ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്. നൗ ഇഫ് ദർ ആർ ഏത്തിയസ്റ്റ് സ്റ്റുഡൻറ്റ്, ഇപ്പോൾ ഏത്തിയസ്റ്റിനെ മിസ് വെറുതെ വിട്ടില്ല. സാധാരണ ഏത്തിയസ്റ്റുകാരുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാതെ അവിടെ ഇരി, നിങ്ങൾക്ക് ദൈവമില്ലല്ലോ, നിങ്ങളെന്തിനാ പ്രാർത്ഥിക്കണ്ട, ലൈക്ക് മനസ്സിൽ നമ്മളങ്ങനെ ചിന്തിക്കും അവർക്ക് പ്രാർത്ഥന ഒന്നും ഇല്ലത്. പക്ഷെ മിസ് ഏത്തിയസ്റ്റുകാരെ പോലും വിട്ടില്ല. മിസ് ഭയങ്കര മിസ്സിൻ്റെ ആ ഫെയ്ത്ത് ഏത്തിയസ്റ്റുകാരെ വരെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചു. മിസ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നൗ ഇഫ് ദർ ആർ എനി ഏത്തിയസ്റ്റ് സ്റ്റുഡൻറ്റ്സ്, you guys can reflect, you students can reflect on yourself and be grateful for all things in life. മിസ് അങ്ങനെ അവരോട് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് വളരെ സ്വാധീനിച്ചു ആ ഒരു സംഭവം. കാരണം യൂഷ്വലി പ്രാർത്ഥന എപ്പോഴും ഒരു സ്പെസിഫിക്കാലിറ്റിയിലോട്ട്, ഒരു റിലീജിയനിലോട്ട് ഇങ്ങനെ കൺഫൈൻഡ് ആണ് എന്നാണ് നമ്മളെല്ലാവരെയും വിചാരം. പക്ഷെ ഇന്ന് മിസ് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ലൈക്ക് കൊള്ളാം, ഏത്തിയസ്റ്റുകാരെ പോലും മിസ് വെറുതെ വിട്ടില്ല. മിസ് പറഞ്ഞു ജസ്റ്റ് ഒരു സെൽഫ് റിഫ്ലക്ഷനായിട്ട് ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് റിലീജിയസ് ആയിട്ട് നമുക്ക് അല്ലാതെയും തന്നെ എല്ലാവർക്കും പ്രാർത്ഥനയുണ്ട്. അത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണതാണ്. യെസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ലൈഫ്, ആൻഡ് അത് ഞാൻ ചെയ്യുന്നതുമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പക്ഷെ അല്ലാതെ എനിക്കിത് ഒരു കാര്യം മിസ്സിൻ്റെ ഡയലോഗിൽ മനസ്സിലായത്, അല്ലാതെയും ഇപ്പോൾ ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ലെങ്കിലും നമുക്ക് എന്നും പ്രാർത്ഥിക്കാൻ പറ്റും. വി ക്യാൻ ടേക്ക് എ മൊമെൻറ്റ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻ അവർ ലൈഫ്. ആൻ ആക്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടു സെൽഫ് റിഫ്ലക്റ്റ് ഓൺ അവർ സെൽസ്. നമ്മുടെ ഉള്ളിലുള്ള ഗുഡ് ഡീഡ്സ്, ബാഡ് ഡീഡ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുക, നമ്മൾ എന്താണോ എന്നുള്ളത് റിഫ്ലക്റ്റ് ചെയ്യുക. നമുക്ക് എന്തിനാണ് സന്തോഷം വരുന്നത്, എന്താണ് നമ്മൾ ദേഷ്യപ്പെടുത്തിപ്പിക്കുന്നത് എന്നുള്ളതിലും. പിന്നെന്തായിരുന്നു, നമുക്ക് ഒരു സെൽഫ് റിഫ്ലക്ഷനായിട്ട് എടുക്കാം പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു സംഭവമായിരിക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രേയർ will help us connect with the divinity inside of ourselves, and it will help us connect with God for people who believe in God. And വിസ് പറഞ്ഞ പോലെ, if you have other beliefs, it will help us connect with the universe, with our surrounding. നമ്മളെ ഒന്ന് നന്നായിട്ട് റൂട്ട് ചെയ്തെടുക്കാൻ പറ്റും പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുമാത്രമല്ലാതെ prayer will help us make us the better version of ourselves. It is a kind of, prayer has plenty of definitions, and religious wise it has definition, individual ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഡെഫിനിഷൻ ഉണ്ട്. സോ പലതരത്തിലുണ്ട്. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരോടും പ്രെയർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇറ്റ്സ് എ കോൺവെർസേഷൻ വിത്ത് ഗോഡ്. യെസ്, ഇറ്റ് ഇസ് എ കോൺവെർസേഷൻ വിത്ത് ഗോഡ്. ചിലവർക്ക് പ്രെയർ ഇസ് കൈൻഡ് ഓഫ് സെൽഫ് റിഫ്ലക്ഷൻ, ആൻഡ് ആക്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരു മൊമെൻ്റ് എടുത്തിട്ട് അവരുടെ ഗോൾസിനെ ഒന്ന് ചിന്തിക്കുക, ഒന്ന് റിഫ്ലക്റ്റ് ആക്കുക, വാട്ട് ദേ ക്യാൻ ഡു ടു ബെറ്റർ ദംസെൽവ്സ്. അങ്ങനത്തെ ഓരോ ചിന്തകൾ, ദാറ്റ് ക്യാൻ ബി പ്രെയർ ഫോർ സം പീപ്പിൾ. സോ പലവർക്കും പലതാണ് പ്രെയർ. ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ഇറ്റ് മേ ബി, ഐ ബിലീവ് ദാറ്റ് പ്രെയർ ഈസ് ഇമ്പോർട്ടൻറ്റ് in all of our lives. It is something that, one thing that is always constant and is very powerful. ഇങ്ങോട്ട് വന്നാൽ ഇരുട്ട, ഇങ്ങോട്ട് വന്നാലേ വിളിച്ചുള്ളൂ, ഇങ്ങോട്ട് തന്നെ നിൽക്കണം. ഓക്കെ, നിൽക്കാം. ഇറ്റ് ഈസ് വെരി പവർഫുൾ എന്നൊരു സംഭവം എനിക്ക് മനസ്സിലായി പ്രെയറിനെ പറ്റിയിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാനിങ്ങനെ മിസ്സിങ്ങനെ പറഞ്ഞപ്പോൾ
എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചിന്തകളൊക്കെ വന്നു ഇങ്ങനെ പ്രാർത്ഥനയെ പറ്റി. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ നമുക്ക് വീഡിയോ ഇങ്ങനെ എടുക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. പ്രാർത്ഥനയെ പറ്റി പ്രാർത്ഥന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചില സമയത്ത് നമ്മളിങ്ങനെ മറക്കും പ്രാർത്ഥിക്കാനൊക്കെ. അപ്പോൾ മിസ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓർക്കണേ, ഓ പ്രാർത്ഥനയും ഭയങ്കര ഒരു സംഭവമാണ് എന്നുള്ളത്. ഞാനിപ്പോൾ പ്രാർത്ഥിക്കും. ഞാൻ രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും എൻ്റെ ഒരു ചെറിയ കുട്ടി പ്രാർത്ഥനയാണ്. അത് ഭയങ്കര സിമ്പിൾ ടോക്കാണ്, ദൈവത്തോടുള്ള എൻ്റെ ഒരു ടോക്കാണ്. അതുമാതിരി നമ്മളെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിലൊരു പ്രാർത്ഥനയാണ്. കാരണം ഇത് ഞാൻ തുടങ്ങിയിട്ട് എന്ന് വെച്ചാൽ ഞാൻ ചില സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മിസ്സാവുമല്ലോ. ഇത് ഞാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ, ഒരു മാസം കണ്ടായിട്ടുള്ളൂ. ഇത് കൺസിസ്റ്റൻ്റായി വെക്കുമ്പോൾ അത് നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം എന്ന് വെച്ചാൽ നമുക്ക് ഐ ക്യാൻ ഫീൽ ഇറ്റ് ഇൻ മൈ സെൽഫ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള മാറ്റങ്ങൾ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ മാറ്റം വേണമെങ്കിൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ. പക്ഷേ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നിങ്ങൾക്ക് ഹോളി സ്ക്രിപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതും വായിക്കാം. അതിലൊരു അധ്യായം വായിക്കാം. അത് ഭയങ്കര നല്ലതാണ്. കാരണം എക്സാമിനുണ്ടല്ലോ, എൻ്റെ സെം എക്സാമിന് ഞാൻ പഠിച്ചു. പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെ ടെൻഷൻ വരും. ടെൻഷൻ വന്നപ്പോൾ ഞാൻ ചുമ്മാ രസത്തിന് ബൈബിൾ തുറന്നപ്പോൾ ഡു നോട്ട് ബി അഫ്രേഡ് എന്ന് പറഞ്ഞൊക്കെ ഒരു വാക്യം. അപ്പോൾ എനിക്ക് എന്തൊരു സമാധാനം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഇങ്ങനെ കാണിക്കും, കണ്ടാ ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് ഡു നോട്ട് ബി അഫ്രേഡ് എന്ന് വചനം കിട്ടിയെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ടാവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഹോളി സ്ക്രിപ്റ്റേഴ്സ് എന്താണെന്ന് വെച്ചാൽ അത് വായിക്കുമ്പോഴും. സോ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു ബൈബിൾ വചനമാണ്. മാർക്ക് 11:24. Therefore I tell you, whatever you ask for in prayer, believe that you have received it and it will be yours. സോ അവസാനമായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. എന്താ ഞാൻ പറയണതെന്ന് വെച്ചാൽ, നമുക്ക് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ, ഇഫ് വി ഹാവ് ദ ബിലീവ്, ഇറ്റ് വിൽ ഹാപ്പൻ. അത്ര എനിക്ക് പറയാനുള്ളൂ. സോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ ഫെയ്ത്തിൽ വേണം പ്രാർത്ഥിക്കാൻ. ആ വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. പ്രാർത്ഥനയും വിശ്വാസവും നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു 2 ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ആണ്.